വൈകുന്നേരം നമ്മള് ഉഴുന്നോടെയാണ് ഉണ്ടാക്കിയിട്ട് കുറെ ദിവസമായി. കുറച്ചിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും കുറേശ്ശെ ഒരു 2 കുഞ്ഞു വടയായിട്ട് ഉണ്ടാക്കണം. അപ്പൊ 2 എല്ലാവർക്കും കൊടുക്കാണ്ടാവുമല്ലോ. പിന്നെ കട്ടൻ കാപ്പിയോ ചായ വേണ്ടവർക്ക് ചായ അതൊക്കെ ആവാം. പിന്നെ അതാ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയും കൂടെ നുറുക്കി വെച്ചതാണ്. പിന്നെ കുരുമുളക് പൊടിച്ചോണ്ട് മണം ഇത് എടുക്കുവോ? അങ്ങനെയുള്ള കുരുമുളക് അല്ല, അങ്ങനെയുള്ളതല്ല. ഒന്ന് ചതച്ചു പൊടിഞ്ഞിട്ടില്ല, ചെറിയ രീതിയിലൊന്നും. പിന്നെ അതുപോലെ കുറച്ച് റവയും കൂടെ ഇതിൽ കൂട്ടും. റവയും കൂടി ഇതിൽ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല മുരുമുരിട്ടും. അതെ, മുരുമുരിപ്പ് കിട്ടും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് എണ്ണയിലിട്ടാ ഇടാൻ റെഡിയാവും. അപ്പൊ നമ്മൾ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പൊ അതാ നമ്മള് ഇതിലേക്ക് കുറച്ച് ഉപ്പ് വേണം. ഇനി കുറച്ച് പൊടിയുപ്പ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ആ ഉപ്പ് എല്ലായിടും ഒന്ന് ആവാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. റവ റവ കുറച്ച് ഇതിലേക്ക് ഇടാം. ഇട്ടോളാം എന്നാ കുറച്ച് മതി. മതി 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 മതി. കുറച്ച് റവയും കൂട്ടിയിട്ട് റവ കുറച്ച് മതി. അത് നമുക്ക് റെഡിയായി ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്ത് ചൂടാലേ, നല്ല ചൂട്. ഇന്ന് മഴ തന്നെ ഉണ്ടായിട്ടില്ലേ, അതാണ്. ഇന്ന് സർക്കസിന് പോകാൻ പറ്റിയ ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, കായല്ല അമ്മ എന്താ പറയാ നോക്കണ്ടിട്ടാ. അത് ഇതിനിടുവോ? പരിപ്പടക്ക് ഇടുവോ? കായം ഇല്ല. ഇടുന്നവരുണ്ടോ? അറിയില്ല. ആരാ അവിടെ? മാളോ? മാളോ അവിടെ പോയി ഡാൻസ് കളിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി കുരുമുളകും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. കുരുമുളക് ഇത് മതി. നല്ലോണം നൽകും. വലിയ വടനെ ആക്കിക്കോളൂ, കടയിൽ കിട്ടുന്ന ടൈപ്പ്. അങ്ങനത്തെ വേണ്ടേ? ഇപ്പൊ തകിയില്ലേ? ഒരാള് ഒന്ന് കഴിച്ചാ പോരെ? ഒന്നോ രണ്ടറ്റേ? 2 ഉണ്ടാവില്ല. ഒന്ന് കഴിച്ചാ മതി ഒരാള്. ഇപ്പൊ ഒരു 8-9 ആളില്ലേ? അത്രക്കൊന്നും ഉണ്ടാവില്ല. ഒരു 9 വട ഉണ്ടാവില്ലേ എന്തായാലും? അത് മതി. ഇന്ന് തുടങ്ങിയാലോ? കുറച്ച് പരിപ്പ് വട ഉണ്ടാക്കായിരുന്നു. അമ്മ വേണ്ട പറയുകൊണ്ടേ ഉണ്ടാക്കിയില്ല, വെള്ളത്തിലിട്ടില്ല. അതെ, ചെറുതൊരു സുഖം ഉണ്ടല്ലെങ്കിലോ കാണാനോ അല്ല കഴിക്കുമ്പോ ഏതാ രസം കാണാൻ. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ. ഞാൻ കൈ കഴുകി വരട്ടെ. ഓണാണോ നോക്കൂ. മുത്തശ്ശി എന്താ ചെയ്യണേ? ഗ്യാസ് കത്തിക്കട്ടെ. നമ്മള് ഒരു 21 വർഷം പഴക്കമുള്ള ഉരുളിയാണത്. 20 വർഷം പഴക്കമുള്ള ഉരുളി. പറയും മുത്തശ്ശി, എത്ര വർഷം? 20 20 years. നിങ്ങളെ കുടിയിരിക്കലുണ്ടായില്ലേ അമ്മോ? യെസ്. പ്രീത ചേച്ചി കൊടുത്തതാ കോട്ടയിലത്തെ. എപ്പോഴും ഈ ഉരുളി എടുക്കുമ്പോ പ്രീത ചേച്ചീനെ ഓർമ്മ വരും. അതെ, അന്നൊക്കെ അത് കിട്ടിയതൊരു കാര്യമായിരുന്നു കേട്ടോ. ഞാൻ പ്രീത ചേച്ചിയുടെ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് വല്യമ്മ വന്നിരുന്നു. ആണോ? ചെല്ലാൻ പറഞ്ഞിട്ട് പുതിയ വീട് വെച്ചിട്ടുണ്ട്. അച്ഛന്റെ അമ്പലത്തിന്റെ കുറച്ച് അടുത്തൊക്കെയാണ്. നമുക്ക് അവിടേക്ക് പോണം. ഓക്കെ. എണ്ണ പുരട്ടിയിട്ട് ലേശം ഇലയിലാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം തൊട്ട് ഇതാക്കി കഴിഞ്ഞാൽ തുളയാക്കാം. പിന്നെ ഗ്രൈൻഡറിലും നല്ല ഗ്രൈൻഡറിൽ അരച്ച കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആവും. പിന്നെ നല്ല പൊങ്ങി നല്ല ഇതാവും. ഇതങ്ങനെയല്ല കേട്ടോ, കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടേ മിക്സിയിൽ അരച്ചെടുത്ത്. ഡെലീഷ്യസ്. രണ്ടും കൂടെ സയമേസരട്ടെ ആയിപ്പോ. രണ്ടും ഒന്നിച്ചായി. നിങ്ങൾ മുത്തശ്ശി കുഞ്ഞാക്കി എരിവില്ലാതെ എടുത്തേക്കാൻ പറഞ്ഞാ. നീ എരിവൊക്കെ കൂട്ടിക്കോളൂ. കുഞ്ഞാ സാമ്പാർ കൂട്ടലുണ്ട്, നേരുള്ളതല്ലേ. പിന്നെന്താ ഫോൺ നോക്കി
ഇല്ല അതന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞേ മറന്നു. അത് എരിവൊക്കെ കൂട്ടിപ്പോ. അമ്മ എല്ലാം കൂടെ ഒരു ട്രിപ്പിലാവോ? ഏയ് ഇല്ല. അമ്മ പറഞ്ഞ പോലെ വട എണ്ണ കണ്ടിട്ടോ ഞാൻ പറഞ്ഞില്ലേ, കാണുമ്പോ അത്ര വിചാരിച്ചില്ല. ഇതില് നമ്മള് ബേക്കിംഗ് സോഡ ഇടില്ലല്ലോ. ഇപ്പൊ ഇടുന്ന സാധനങ്ങളൊക്കെ കാണില്ലേ? പറഞ്ഞില്ലേ? മുത്തശ്ശി എന്താ ഒച്ച ഉണ്ടാക്കണ പിന്നില്? എല്ലാവരും പട്ടിയെടുക്കാണ് അത് വെക്കാന്. ഏത് ഇതൊക്കെ വലിയ കഷ്ണം. 2 ട്രിപ്പ് തന്നെ ഉണ്ടാവും. ഇനി ഒരു 3 എണ്ണം കൂടെ അമ്മ ഒരു ചട്ടകം വേണേ. പോകൂട്ടോ. ചട്ടുകം ഒന്നും എടുക്കാതെയാണ് റസീദ ഇന്ന് വട ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. അതാ ദേവകി കുട്ടി ഇതാ ചട്ടുകം കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇന്ന് പുതിയ തെറ്റുമുണ്ടൊക്കെയാണല്ലോ എടുത്തന്നെ. അപ്പൊ ഞാനിപ്പോ പോയി വന്നല്ലേ ആ മുത്തശ്ശി തുന്നിയത് വാങ്ങാൻ പോയതല്ലേ. കൊടുക്കാൻ പോയില്ലേ. അതാവണേ ഉണ്ടാവുള്ളൂ. അതാവണേ ഉള്ളൂ, മറ്റേതൊക്കെയാവും നടുക്കത്തെയാവും. ശരി വരാൻ നോക്കാം. അമ്മ പൂക്കളം പോലെ ആക്കിണ്ട്. സൈഡിലൊക്കെ ഉണ്ടായിരുന്നു അമ്മേ. സയാമീസൊക്കെ നമുക്ക് ശരിയാക്കാം. നല്ല ഡെലീഷ്യസ് ആയിണ്ട് കേട്ടോ. കാണുമ്പോ തന്നെ നല്ല തട്ടി പറ്റില്ല. അല്ല കഴിക്കാനേ ഉള്ളി ഇത് മതിയമ്മ, നല്ല ഉണ്ടാക്കിയ ശേഷം പരിപ്പോടെയൊക്കെ പിന്നെയും നല്ല കഴിച്ചിരുന്നു. എന്താ ഉഴുന്നോടെയാണ് എനിക്ക് വീട്ടിലുണ്ടാക്കുന്നതിൽ കൂടുതൽ ഇഷ്ടം. അമ്മയില്ലാത്ത സമയത്ത് മുത്തശ്ശി പരിപ്പോടെ ഉണ്ടാക്കിയല്ലോ. ഞങ്ങൾ ഉറങ്ങായിരുന്നു. ഞാനും അമ്മൂന്റെ റൂമിൽ ഞാനും കുഞ്ഞാവയും പിന്നെ മാളും കൂടെ ഉറങ്ങായിരുന്നു. അപ്പൊ ചെറിയൊരു മഴ ഉണ്ടായില്ലേ, നമ്മളിങ്ങനെ കണ്ണടച്ചിങ്ങനെ മയക്കത്തിൽ വരുമ്പോ വാതില് വാതില് കൂട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോ മുത്തശ്ശി. അല്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഇല്ലാത്തപ്പൊക്കെയാണല്ലോ ഇവിടെ ഭയങ്കര നല്ല ഡെലീഷ്യസ് ഫുഡുകൾ ഉണ്ടാക്കാം. വിചാരിക്കാതെ മുത്തശ്ശി സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കിയതാ. പറഞ്ഞിട്ടില്ലേ. ആ അപ്പൊ എന്തായാലും നല്ല സ്വാദ് ഉണ്ടായി. നമുക്ക് എങ്ങനെ അറിയോ, നമ്മളുണ്ടാക്കുമ്പോ സ്വാദ് തോന്നില്ല, വേറൊരാൾ ഉണ്ടാക്കി തരുമ്പോ നമുക്ക് ഇഷ്ടം. കഴിക്കണം തോന്നും. അന്ന് നമ്മള് 3-4 കഴിച്ചൂലേ. ഓ മുളക് മാറ്റി വെച്ചാൽ മതി കഴിക്കുമ്പോ. ഇപ്പൊ എത്ര എണ്ണായി അതിൽ തന്നെ? 8. ഇനി എത്ര എണ്ണം കൂടെ ഉണ്ട്? 8 എണ്ണം ഉണ്ടോ? 8 തന്നെ ഉണ്ടാവും. അപ്പൊ വടയൊക്കെ റെഡിയായി. ഇതിലേക്ക് മാറ്റട്ടെ കേട്ടോ. ഷേപ്പ് കുറവുണ്ട്, പക്ഷെ ഷേപ്പൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ. ഇനി അടുത്ത ട്രിപ്പൊക്കെ ആയിട്ടോ. ഇനി 2ാമത്തെ ട്രിപ്പ് കട്ടൻ കാപ്പി ഉണ്ടാക്കിക്കോളൂ. അത് മുത്തശ്ശിയാണ് അതിന്റെ ആള്. അതാ പോരെ ഏതാ ആള്? ഞങ്ങൾക്ക് മുത്തശ്ശി എവിടെ പറഞ്ഞു ഞങ്ങൾക്ക്? മുത്തശ്ശി ഉണ്ടാക്കി തരൂ. എന്നാ ഇവിടെ വെച്ചോളൂ, ആണ് എളുപ്പം. ഈ വടയൊക്കെ ആയി, കാപ്പിയൊക്കെ ആയിട്ട് എല്ലാരും കുടിക്കണത് കാണാം കേട്ടോ. ഇനി മാവൊക്കെ കഴിഞ്ഞു. ഇതാ അപ്പൊ നമ്മളെ ഉഴുന്നുവടയൊക്കെ റെഡിയായി. 2 വണ്ണം പ്രസാദം എടുത്തല്ലേ അമ്മേ? 3-4 അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ കാപ്പി റെഡിയാക്കിണ്ട്. റെഡിയാക്കി. ചക്കപ്പലഹാരം, ഉഴുന്നുവട, ചക്കപ്പം, ചക്കപ്പലഹാരം, 5 കട്ടൻ കാപ്പി, ഇന്നത്തെ പിന്നെ വൈകുന്നേരത്തെ സായാഹ്നത്തെ ചായ കടികൾ. ചൂടുണ്ടോ? കുഞ്ഞാക്ക് ചൂടുണ്ട്. അമ്മയ്ക്ക് ഒരു കഷ്ണം തരൂ. ഒരു 18 കിട്ടി. ആണോ? ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കാം. അപ്പൊ ഞാൻ ഓർഡർ വരും കേട്ടോ. ഓർഡർ ചക്കപ്പം പിന്നെ ഉഴുന്നുവടൊക്കെ നമ്മള് പിന്നെ പാർസലാക്കുന്നത്. അതൊന്നും പറയണ്ട കേട്ടോ, ഒന്നും ഇല്ല. അച്ഛൻ വെറുതെ പറയട്ടോ. അച്ഛൻ ചെലപ്പോ ഓരോന്നിങ്ങനെ പറയും. പക്ഷെ ഒരു ഗ്ലാസ് ഇക്ക് തരുമോ? പിന്നെ അപ്പൊ ഞങ്ങളെല്ലാരും കഴിക്കട്ടെ. ഇവിടെ വെച്ചോളും മുത്തശ്ശി ഈ കയ്യുമ്മേ. അപ്പൊ ഞങ്ങളെല്ലാരും ചായ കുടിക്കട്ടെ, അല്ല കട്ടൻ കാപ്പി കുടിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും അമ്മേ നമുക്ക് ബൈ പറയാ. ബൈ ബൈ പറയാം. വീഡിയോ എത്രയുള്ളൂ? എല്ലാവർക്കും ബൈ ബൈ.
സംഭവം സൂപ്പറാണ്